റജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ നമുക്കിപ്പോ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് എന്താ പറയാ, ആകാശ യുദ്ധം. അത് ഇസ്രയേലും ഇറാനും തമ്മിൽ. അതെ. അപ്പോ ഇസ്രയേല് ഭയങ്കരമായ ശക്തിയാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നു ഇറാനാണെന്ന്. സിവിലിയൻസ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 200-ലധികം സിവിലിയൻസ് ഇസ്രയേലിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ ഉണ്ട്. അതിൽ കൂടാനേ സാധ്യതയുള്ളൂ. മനോഹരമായ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് 10ഓളം മിസൈൽ ഇറാൻ കണ്ണും പൂട്ടി അടിക്കുവാണ്. അതെ അല്ലെ, ഇറാൻ കണ്ണും പൂട്ടി അടിക്കുക. നമ്മൾ പറയൂല കണ്ണും പൂട്ടി കളിക്കുക. അത് നിലനിൽക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമാണല്ലോ. അതെ, പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ 10 മിസൈലൊക്കെയാണ് അവർ അയച്ചു കഴിഞ്ഞെന്ന് പറയുന്നത്. അതെ, ഇപ്പൊ രാവിലെ 10ഓളം മിസൈലുകൾ 10 മിസൈൽ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. കാരണം ഈ ഇറാന്റെ കയ്യിലാണ് ഏറ്റവും അധികം മിസൈൽസ് ഉള്ളത്. മിസൈൽസിന്റെ എണ്ണത്തിൽ ഇവർക്കാണ് ആധിപത്യം ഉള്ളത്. അതുകൊണ്ട് അവര് പലതരത്തിലുള്ള മിസൈലുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അത് ഈ പറയുന്ന പോലെ അതിന്റെ ദൂരപരിധി, വേഗപരിധി ഒക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് കുറയുന്നതനുസരിച്ച് ഇത് കൊണ്ടുവരികയും ചെയ്യണം. ഇപ്പൊ 10ഓളം മിസൈൽസ് അയച്ചു. അവസാനം പറഞ്ഞു ഫത്ത-1 എന്ന് പറയുന്ന മിസൈൽ അയച്ചു എന്ന് പറയുന്നു. അത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മിസൈലാണ്, ബലിസ്റ്റിക് മിസൈൽ. അതാണ് ഈ ഇറാന്റെ മിസൈലുകളെല്ലാം അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം വെച്ചിട്ടാണ് ഇസ്രയേൽ ഇതിനെല്ലാം പ്രതിരോധിക്കുന്നത്. പക്ഷെ അയൺ ഡോമും തകർന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. നമ്മൾ പറയുമ്പോ രണ്ട് ഭാഗവും പറയണമല്ലോ. ഒരു ഭാഗം കൊണ്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. മിസൈൽ പ്രതിരോധ സംവിധാനം, അതായത് മിസൈൽസ് വരുമ്പോ അതിന്റെ എന്താ പറയാ, ഇത് വരുന്നുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം. ഇതിൽ തന്നെ എന്താ പറയാ, ഊട്ട വീണിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്കത് കടന്നു പോകുന്ന അത് തന്നെ നശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറാന്റെ മിസൈലുകൾ വന്ന് പതിക്കുകയാണ്. അപ്പോ ഒരു പരിധി വരെ അവസാനമാക്കാം. അതെ, ഒരു പരിധി വരെ. പക്ഷെ ബൾക്കായിട്ടൊക്കെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ അതെ, ബൾക്കായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ ഇത് എത്രത്തോളം മിസൈലിന് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും? അതിന്റെ എന്താ പറയാ, ശേഷിക്കുറവല്ല. 1-2 മിസൈൽസ് വന്നുകൊണ്ടിരിക്കാനേ കുഴപ്പമില്ല. ഇത് മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ മിസൈൽസും ഡ്രോൺസും വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതിനപ്പുറത്തേക്ക് അത് പോകാൻ പറ്റില്ല തന്നെ, പറ്റില്ല. അപ്പൊ അതിനെ മറ്റുള്ള രീതിയിൽ പ്രതിരോധിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അയൺ ഡോം ഉപയോഗിച്ച് ഇറാന്റെ പുതിയൊരു ആയുധം പ്രതിരോധിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ പ്രതിരോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വാദങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ ആയുധം എന്ന് പറയുന്നത് ഇറാന്റെ പുതിയൊരു മിസൈലാണ്. ആ മിസൈലിന് വേറൊരു പേരുണ്ട്. ശരിയായ പേര് ഞാൻ പറയാം, പക്ഷെ അതിന്റെ കൗതുകകരമായിട്ടൊരു പേരുണ്ട്. ഡാൻസിങ് മിസൈൽ എന്നാണ് അതിനെ പറയുന്നത്. അതായിരിക്കും. അപ്പോൾ അതിന്റെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് ദീർഘദൂര മിസൈലായിട്ടുള്ള സെജ്ജിൽ, ദീർഘദൂര മിസൈലാണത്. സെജ്ജിൽ എന്നാണ് അതിന്റെ പേര്. അപ്പോ ഇത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ആണ് ഇവരുടെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് പ്രയോഗിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ വയർ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. അപ്പൊ അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊസാദിന്റെ ആസ്ഥാനം, ഇസ്രായേലിന്റെ വ്യോമതാവളങ്ങൾ, രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളൊക്കെയും സെജ്ജിൽ തകർത്തു എന്നാണ് പറയുന്നത്. ഇത് ഈ പറയുന്ന സെജ്ജിലിനെ ഇസ്രായേലിന്റെ ബ്രഹ്മാസ്ത്രം, വജ്രായുധം, നമ്മൾ പറയില്ല, നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പല ആയുധങ്ങളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ വിളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു മിസൈലാണ്. പവർഫുൾ ആണ്. കാരണം ഇത് കരയിൽ നിന്ന് തൊടുക്കാവുന്ന തരത്തിൽ ഇറാൻ വികസിപ്പിച്ചിട്ടുള്ള ഒരു ദീർഘദൂര ബലിസ്റ്റിക് മിസൈലാണ്. അതെ, കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കുന്നതാണ്. അപ്പൊ 2000 കിലോമീറ്ററോളം ഈ മിസൈൽ സഞ്ചരിക്കുന്ന പറയുന്നത്. 2000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ കൊച്ചു രാജ്യമായിട്ടുള്ള ഇസ്രയേൽ മൊത്തം ചുറ്റിത്തിരിഞ്ഞു വരാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു മികവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ തെക്ക് കിഴക്കൻ യൂറോപ്പ് വരെ ഇതിനെ എത്താൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ സെജ്ജിന്റെ ഏറ്റവും പുതിയ പതിപ്പുകൾക്ക് 4000 കിലോമീറ്റർ സഞ്ചാരശേഷി ഉണ്ടെന്നും പറയുന്നുണ്ട്.
അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അതും മനസ്സിലാക്കണം. കാരണം ഇസ്രായേൽ എല്ലാം പ്രതിരോധിക്കുന്നു, ഇസ്രായേലിന്റെ ഭാഗം മാത്രമായിട്ടുള്ള ഇങ്ങനത്തെ മിസൈൽസും ഉണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ ഇസ്രായേലിന് കഴിയാതെ വന്നേക്കാം. അത് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ തോറ്റുപോകുന്നു എന്നുള്ളതിന് ഒന്നും അർത്ഥമില്ല. അതിന്റെ അർത്ഥം ചില കാര്യങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാതെ വരും. എല്ലാം കഴിയില്ല. അതെ, എല്ലാം അതെ, അതൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഇതിപ്പോ ഡാൻസിങ് എന്നൊക്കെ പറയുമ്പോൾ മിസൈൽ അങ്ങനെ പോയി ഇങ്ങനെ പോയി മൊത്തത്തില് കബളിപ്പിക്കാൻ പറ്റും. ഈ അയൺ ഡോം എവിടെയെന്ന് പറഞ്ഞ് തടുക്കാൻ പോകും. അതെ, അയൺ ഡോം ഇവിടെ വരുമ്പോ ഇവിടെ തടുക്കാൻ അപ്പുറത്ത് പോകും. അതെ, നമ്മൾ പറയാം കുമ്പിടി എന്ന് പറയില്ലേ, ആ കുമ്പിടിയുടെ ഒരു ഇഫക്റ്റ് ആയിരിക്കും ഒരു പക്ഷെ ഇതിനുണ്ടാവുക. അപ്പൊ പ്രതിരോധിക്കാൻ പോകുന്ന മിസൈൽ ഇങ്ങനെയാണെങ്കിൽ ഇത് ഇവിടുന്ന് ചേട്ടൻ പറഞ്ഞ പോലെ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് അല്ല, ഇത് സ്ഥാനം മാറി കളിക്കും. ചെറിയ സംശയം, മറ്റ് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസൈൽ ശേഖരമുള്ളത് ഇറാനാണെന്ന് പറയുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം ഏറ്റവും കൂടുതൽ ലോകരാഷ്ട്രങ്ങളിൽ മിസൈൽസ് ഉള്ളത് ഇറാനാണ്. അതിൽ ആധിപത്യം അവർക്ക് തന്നെയാണ്. അതിൽ നമുക്ക് എന്താ പറയാ ആ കാര്യത്തിൽ എല്ലാവർക്കും പേടിയുണ്ട് ഇറാന്. കാരണം ഏത് മിസൈൽ, എന്തെല്ലാം തരത്തിലുള്ള മിസൈൽ എന്നൊന്നും അറിയില്ല. ആ കാര്യങ്ങളുണ്ട്. അപ്പോ ഈ പറയുന്നത് പോലെ 4000 കിലോമീറ്റർ ആണ് ഇതിന്റെ ഏറ്റവും പുതിയ പതിപ്പിനെ താണ്ടാൻ കഴിയുക. അപ്പൊ 2000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്കൻ യൂറോപ്പ് വരെ പോകാമെന്നുണ്ടെങ്കിൽ 4000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് എവിടെ വരെയൊക്കെ സഞ്ചരിച്ച് വരാമെന്നുള്ളത് അത് മറ്റ് ലോകരാജ്യങ്ങൾക്ക് കൂടി ആശങ്കയാണ്, ഒരു അങ്കലാപ്പ് തന്നെയാണ്. അപ്പൊ ഇതിന് ഖര ഇന്ധനമാണ് ഈ മിസൈലിനെ ജ്വലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഖര ഇന്ധനം ആയതുകൊണ്ട് ഇതിന് വിക്ഷേപണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അനായാസം എത്തിക്കുന്നതിനും സഹായിക്കും. നമ്മൾ പറഞ്ഞതുപോലെ എതിരാളികളുടെ കണ്ണൊക്കെ വെട്ടിച്ച് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഡാൻസിങ് മിസൈൽ എന്നതിന്റെ പേരും വന്നിരിക്കുന്നത്. അതെ, അപ്പൊ എന്തായാലും സംഘർഷത്തിൽ ഇറാന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഈ സെജ്ജിൽ എന്ന് പറയുന്ന മിസൈൽസ് എന്നൊക്കെ പറയുന്നു. അപ്പോ സിറിയയുടെയോ ഇറാഖിന്റെയോ ലിബിയയുടെയോ സഹായമില്ലാതെ ഈ പറയുന്ന പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹിസ്ബുള്ളയോ മറ്റോ ഒന്നും ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ നിന്ന് ഇറാൻ ഇത്തരത്തിലുള്ള മിസൈൽ കൂടി നേരിട്ട് ആക്രമണം നടത്താനുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ വിക്ഷേപിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വജ്രായുധം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ യുദ്ധം ഇനി എന്ന് അവസാനിക്കും എന്നുള്ളതാണ് സത്യത്തിൽ സിവിലിയൻസ് എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കാര്യം അമേരിക്ക ഇപ്പൊ ഒരു വല്ലാത്ത സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അമേരിക്ക ഇനി ഒരു 2 ആഴ്ചത്തെ സമയം എടുക്കണം, ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്യണോ വേണ്ടേ? കാര്യം അമേരിക്ക ജോയിൻ ചെയ്താൽ അത് മറ്റൊരു തരത്തിലേക്ക് പോകും. കാര്യം അമേരിക്ക ആരോടെ പോകും? ഇസ്രായേലിനോട് പോകും, ഇറാനോട് പോകും, ഇസ്രായേലിനൊപ്പം പോകും. അത് വേറൊരു തരത്തിലുള്ള വിഷയമാവില്ലേ? മറ്റു രാഷ്ട്രങ്ങൾ അമേരിക്കയെ അതും പറയാൻ പറ്റില്ല. ഈ അമേരിക്ക പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള താവളങ്ങളുണ്ട്. ഈ ആർമി വ്യോമതാവളങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ പാകിസ്ഥാനോട് പോലും പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഞങ്ങൾക്ക് വിമാനത്താവളം വ്യോമതാവളം നിങ്ങൾ വിട്ടു തന്നേ പറ്റൂ. അത് ആജ്ഞയാണ്. അസിം മുനീറിനോട് ഉള്ള ആജ്ഞയായിരുന്നു. ഈ ആജ്ഞാപിക്കാനാണ് അസിം മുനീറിനെ സാജിദ് തരാറ് നിൽക്കേണ്ടി വരും. കാരണം പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോണം. ഈ മേധാവിമാരുടെ പോക്കറ്റിലേക്ക് ഫണ്ട് വരണം. അപ്പൊ അതിന് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ തുറമുഖം എടുക്കണമെങ്കിൽ എടുത്തോ, ഞങ്ങളുടെ വ്യോമതാവളം എടുക്കണമെങ്കിൽ എടുത്തോ, അതെ, എല്ലാ ലീസിനും എടുത്തോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതെ, ഞങ്ങളെ മാത്രം ഒന്ന് വിട്ടു തന്നാൽ മതി എന്നുള്ളത് മാത്രമാണ്. വേറൊരു കാര്യമുണ്ട്, ഈ അമേരിക്കയുടെ തീരുമാനം ഇത്രയും വൈകുന്നതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നതേ ഈ ആണവ ആയുധങ്ങളുണ്ടല്ലോ, അവരുടെ ആയുധങ്ങൾ വലുതും വിറ്റുപോകാനുള്ള സാധ്യതയുണ്ടാവും. അതുണ്ടാവൂലോ. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ അടിക്കുന്നതെല്ലാം ഇവരുടെ ആയുധം. ഇസ്രായേലിന് അമേരിക്ക ഇത് കൊടുക്കുന്നുണ്ടല്ലോ. ആ അടിക്കുന്ന ആയുധം വിറ്റ് പോവാൻ ഒരു 2 ആഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും അതും കുറെ കാശ് വരും. ട്രംപ് അതും ചിന്തിക്കും. ഖജനാവിൽ അത്രയും കാശ് വരുമല്ലോ. പിന്നെ പട്ടാളക്കാരെ വിട്ടുകൊടുത്താൽ അതിന്റെ കാശ് ഇങ്ങേർക്ക് വാങ്ങിക്കാം. പക്ഷെ അവിടെ ട്രംപിനെതിരെയും ഇങ്ങനെ യുദ്ധത്തിന് US സൈനികരെ വിട്ടുകൊടുക്കുന്നതിന് അവർക്ക് എതിർപ്പുണ്ടെന്നുള്ള വാർത്തകളും ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് അമേരിക്കൻ പട്ടാളക്കാർക്ക്. അതെ, ഏതായാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം വരും മണിക്കൂറുകളിൽ, അല്ലെ? അതെ, അടുത്ത അപ്ഡേറ്റ്സ് എന്താണെന്ന് അപ്ഡേറ്റ്സ് നമുക്കറിയാം.